അപ്പോൾ അങ്ങനെ മലയാളികളൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിട്ടം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിട്ടം ദിനത്തിലെത്തുമ്പോൾ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള നമ്മുടെ സ്വന്തം മുരളീകൃഷ്ണയാണ്. കമ്പോസർ, സിംഗർ, പെർഫോമർ എന്നീ മേഖലകളിൽ മലയാളികൾ ഇന്ന് ഒരുപാട് കേൾക്കുന്ന, ഒരുപാട് സിനിമകൾക്ക് പാടാനായിട്ട് അവസരമൊക്കെ ലഭിച്ച നമ്മുടെ സ്വന്തം സിംഗർ മുരളീകൃഷ്ണയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. യെസ്, അപ്പോൾ മുരളീകൃഷ്ണ, 1000 ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഷോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഹലോ RJ JV, thank you so much, and first of all a very happy Onam to എല്ലാ listeners of Ashraya FM 90. ഒരു ഗംഭീര വർഷമാവട്ടെ എല്ലാവർക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഓണവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപക്ഷെ തുടങ്ങിയില്ലെന്നുണ്ടെങ്കിലും മോശമായി പോകും കേട്ടോ. അതുകൊണ്ട് ഇത്തവണത്തെ ഓണത്തിന് ഇരട്ടി മധുരമാണ്. ഞാനത് പറയാൻ കാര്യം, കഴിഞ്ഞ വർഷത്തെ ഓണത്തിനൊക്കെ ചെറിയ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ചെറിയ വിഷമങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നോക്കൂ, വളരെ രസകരമായിട്ട് ഗംഭീരമായിട്ട് മലയാളികൾ ഒരേ മനസ്സോടെ ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ മുരളിയുടെ ഓണങ്ങളൊക്കെ എന്താണ് ഇത്തവണ, എവിടം വരെയൊക്കെയായി കാര്യങ്ങൾ? ദൈവം അനുഗ്രഹിച്ച് ഈ മാസം തുടക്കം ഞാൻ ഗുരുവായൂരായിരുന്നു. ഗുരുവായൂർ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട അക്ഷയ് കുമാർ എന്ന നടനോടൊപ്പം ദർശനം ആക്ച്വലി ലഭിക്കാനും അതുകൂടാണ്ട് എന്റെ അച്ഛന്റെ പിറന്നാളായിരുന്നു September 1st. സോ അദ്ദേഹം ആ ബർത്ത്ഡേ സെലിബ്രേഷൻസിനും ജോയിൻ ചെയ്യണ്ടായി നമ്മുടെ ആക്ടർ അക്ഷയ് കുമാർ സാർ. ആൻഡ് അതുകൂടാണ്ട് നമ്മുടെ K. മാധവൻ സാർ, അങ്ങനെ ഒരുപാട് ഡിഗ്നിറ്ററീസ് ജോയിൻ ചെയ്തൊരു ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഒരു ചെറിയൊരു വളരെ ലൈറ്റ് ഒരു കേക്ക് കട്ടിംഗ് ആയിരുന്നു, പക്ഷെ എന്നാലും ഒരു വളരെ ഫ്രൂട്ട്ഫുൾ ഡേ ആയിരുന്നു അന്ന്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ എം ബാക്ക് ഇൻ മൈ ഹോം ടൗൺ ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നത്. ആൻഡ് ഇപ്രാവശ്യം ഫാമിലിയോടൊപ്പം ഓണം ആഘോഷിക്കാനാണ് എന്റെ പരിപാടികൾ. അപ്പോൾ അവിട്ടം ദിനമാണ്, ഫാമിലിയോടൊപ്പം, ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. തീർച്ചയായിട്ടും. യാത്രകളൊക്കെ ഉണ്ടോ? എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തോ? ഞാൻ ആക്ച്വലി US പോകേണ്ടതായിരുന്നു ഈ ഒരു ഓണം സമയത്ത്. ഞാനും നമ്മുടെ ശ്രീ മോഹൻലാൽ സാറും സ്റ്റീഫൻ ദേവസി ചേട്ടനൊക്കെ ആയിട്ട് എല്ലാവരും US നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ 1-2 സാങ്കേതിക തടസ്സങ്ങളായിട്ട് നമുക്ക് ആ ഷോ നമ്മൾ ചെറുതായിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു 1-2 വിസ ഇഷ്യൂസ്, കാരണം എനിക്ക് വിസ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കി 1-2 ആർട്ടിസ്റ്റുകൾക്ക് വിസ പ്രശ്നം വന്നതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓണം US ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിൽ തന്നെയാണ്, പക്ഷെ 1-2 ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് നമ്മുടെ നെഹ്റു ട്രോഫി ഞാനും സ്റ്റീഫ് ഏട്ടനും കൂടെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഓണം സമയം ഈ വള്ളം കളി ആയാലും മത്തപ്പൂ ആയാലും ഈ മത്സരങ്ങളുടെ ഒരു കാലം കൂടെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഈ വള്ളം കളി, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി വളരെ ഏറ്റവും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു വള്ളം കളി മത്സരങ്ങളിൽ ഒന്നാണല്ലോ. അപ്പൊ അങ്ങനെ നെഹ്റു ട്രോഫിയിൽ ഒരു പെർഫോമൻസ്, അതും സ്റ്റീഫൻ ദേവസി ചേട്ടനെ പോലെ ഒരു വലിയ മഹാരഥനായ ആർട്ടിസ്റ്റിനോടൊപ്പം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റീഫൻ ചേട്ടൻ ഒരു ചങ്കെടുപ്പുമാണ്, കാരണം നിങ്ങളെ കുറെ ലൈവ് സ്റ്റേജ് പെർഫോമൻസിൽ നിങ്ങളെ രണ്ടുപേരെ ആ ഒരു എനർജി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അയ്യോ അതെ. ഞാനൊരു മെന്ററായിട്ട്, ഞാനൊരു ഗുരുനാഥനായിട്ട് കൺസിഡർ ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ലൈവ് പെർഫോമൻസ് മേഖലയിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് ഞാൻ ഇറങ്ങാൻ കാരണം തന്നെ സ്റ്റീഫൻ ദേവസി ചേട്ടനാണ്. 2021 April 1st നമ്മൾ ആദ്യമായിട്ടൊരു ഷോ ചെയ്യുന്നത്. ദാറ്റ് ടു ഇൻ നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലായിരുന്നു ആ ഷോ നടന്നത്. നമ്മുടെ ഹോം ടൗണിലായിരുന്നു ആദ്യത്തെ ഷോ. ആദ്യത്തെ ഷോ നമ്മുടെ സ്റ്റുഡിയോന്റെ, നമ്മുടെ ഈ റേഡിയോന്റെ മെയിൻ സ്റ്റേഷൻസ് ഒക്കെ ഉള്ള കൊട്ടാരക്കരയിലായിരുന്നു ആദ്യത്തെ നമ്മുടെ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നത് വിത്ത് സ്റ്റീഫ് ഏട്ടൻ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അങ്ങ് ഒരുമിച്ച് കൂടി നമ്മൾ ഒരുപാട് ഷോസ്, ഒരുപാട് മറക്കാനാണ്. എനിക്ക് സീരിയസ്ലി അറിയില്ല എത്ര നമ്പർ ഓഫ് ഷോസ് ഞാൻ ചേട്ടനോട് ചെയ്തെന്നുള്ള. ഐ ഹവ് ലോസ്റ്റ് ദ കൗണ്ട്, ബട്ട് സ്റ്റിൽ ഒരു വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ജേർണി ആയിരുന്നു. തീർച്ചയായിട്ടും. സംഗീത പഠനത്തിലേക്ക് തിരിഞ്ഞതൊക്കെ എത്ര വർഷം മുതലാണ് പഠനം തുടങ്ങി? ആക്ച്വലി വളരെ യങ് ഏജിൽ തന്നെ ഞാൻ ആക്ച്വലി സംഗീതം പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 7 to 8 years ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ കർണാട്ടിക് മ്യൂസിക് ആയാലും ഹിന്ദുസ്ഥാനി ആയാലും അതുപോലെ ചെറുതായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൃദംഗം, തബ്ല, കീബോർഡ്, ഗിറ്റാർ ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഐ വുഡ് സേ ഞാൻ സീരിയസ്ലി മ്യൂസിക് എടുത്ത് തുടങ്ങിയത് ഫ്രം 2020 ആയിരുന്നു. ഒരു കോവിഡ് സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് കുറച്ച് ടൈം എല്ലാ ആർട്ടിസ്റ്റിനും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ബ്രേക്ക് പോലെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒന്ന് നമ്മുടെ ഒരു അകത്തേക്ക് നോക്കാനും നമുക്ക് വാട്ട് ആർ വി എന്നുള്ള ഡിഫൈൻ ചെയ്യാനൊക്കെ ഒരു സമയമായിട്ട് നമുക്ക് കോവിഡ് സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈം ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയും ബാക്കി ഡിഫറെന്റ് റാദർ ദാൻ ജസ്റ്റ് സിംഗിങ്, ബാക്കി എന്തൊക്കെ ഫേസറ്റ്സ് ആണ് മ്യൂസിക്കിലേക്ക് ഉള്ളത്, കമ്പോസിംഗ് ആയാലും ബാക്കിയുള്ള മേഖലയിലൊക്കെ ഞാൻ തിരികെയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഒരു സിനിമയുടെ ഒരു റെക്കോർഡിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നത്. കോവിഡ് കാലത്തിന് ശേഷമാണ് നമ്മുടെ മഹേഷും മാരുതി എന്നുള്ള സിനിമയിൽ നമ്മുടെ ശ്രീ മണിയമ്പട രാജുവിൽ ക്ഷണിച്ചതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടൊരു സിനിമയിൽ പാടാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരുപാട് മൂവീസിൽ പാടാൻ സാധിച്ചു ദൈവാനുഗ്രഹിച്ച്. അതേപോലെ ഷോസ് ആയാലും എല്ലാം തന്നെ കോവിഡ് കാലഘട്ടം ഒരു വളരെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ പറയും എന്റെ ഒരു കരിയറിൽ. പലപ്പോഴും കോവിഡിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നത് കുറെ പേരുടെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് സൃഷ്ടിച്ചു, നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇത്തരത്തില് എന്താണ് നമ്മളിത് തിരിച്ചറിയാനുള്ള കുറെ പ്ലാറ്റ്ഫോം, അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എത്ര പേരാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത് ആ ഒരു ടൈമിൽ ഇങ്ങനെ വീഡിയോകൾ ചെയ്ത് അല്ലേ? അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് റീൽസിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ, അന്ന് ക്ലബ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു, തരംഗമായിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഒരുപാട് അധികം ആർട്ടിസ്റ്റുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല പെർഫോമൻസ് മേഖലയിലേക്കും ഒരുപാട് എക്സ്പോഷർ ആക്ച്വലി ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. സോ അങ്ങനെ വന്നതെന്നും പറയാം. നമുക്ക് പണ്ടുതൊട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു ടുവേർഡ്സ് മ്യൂസിക്, പക്ഷേ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നത് ഈ ഇത്രയും ഒരു സമയം, കാരണം മെയിൻലി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കോവിഡ് ടൈംസ്. അപ്പൊ ഞാൻ ഒരുപാട് സെമിനാർസ്, ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അധികം അറ്റൻഡ് ചെയ്യുകയും കുറച്ചും കൂടെ എന്റെ സ്കിൽസ് ഷാർപ്പനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ
ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ? തീർച്ചയായിട്ടും. അയ്യോ, കാരണം അവരുടെ ഒരു ഹ്യൂജ് സപ്പോർട്ട് ഇതിനകത്തുണ്ട്. കാരണം എസ്പെഷ്യലി ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരുപാടധികം എഫേർട്ടും ഒരുപാടധികം ഒരു ഇൻവെസ്റ്റ്മെന്റും ആവശ്യമായിട്ടൊരു മേഖലയാണ്, എസ്പെഷ്യലി ഫോർ ട്രെയിനിങ് യുവർ സ്കിൽസ്. നമുക്ക് നല്ല ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിക്കണമെങ്കിലും അതിനകത്ത് ഒരുപാട് എനർജി, ഒരുപാട് എഫേർട്ട് ഇസ് ഇൻവോൾവ്. അപ്പോൾ അവരുടെ സൈഡിലുള്ള സപ്പോർട്ട് ഇസ് വെരി ഹ്യൂജ്. ആൻഡ് എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഐ വാസ് ആക്ച്വലി ലക്കി ആൻഡ് ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് അമേസിംഗ് പാരന്റ്. അക്കാഡമിക്കലി എനിക്ക് ഞാൻ വേറെ സ്ട്രീം ഓഫ് ഒരു കോഴ്സസ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ഹാഡ് ഡൺ my BCom and MCom in Maravanis College, and let me proudly say that നമ്മുടെ ആർജയും കൂടെ എന്റെ സീനിയർ ആയിട്ട് മറവാനസിൽ പഠിച്ചതായിരുന്നു. വെരി ഓണർഡ് ടു ഹാവ് യു ആസ് മൈ ഹോസ്റ്റ് ഫോർ ദ ഡേ. ഓ, അടിപൊളി അടിപൊളി, ഒത്തിരി സന്തോഷം. ആ ഒരു ബന്ധമാണ് നമ്മുടെയും ബന്ധം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബികോമിൽ വരുന്ന കണക്കുകളും സംഗീതവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ്. കണക്കും സംഗീതം എല്ലാം താളമാണല്ലോ. എല്ലാ താളം, ഹൃദയപ്പെടുപ്പായാലും ബാക്കി ബികോമിലെ അക്കൗണ്ട്സ് ആവട്ടെ, എല്ലാത്തിനും ഒരു സ്പന്ദനം ഉണ്ടല്ലോ. അപ്പൊ ഐ എം ഷുവർ ദാറ്റ് എവരിതിങ് ഇസ് കണക്റ്റഡ്. ആൻഡ് ഒരുപക്ഷെ ഈ ബികോമിൽ MCom ഒക്കെ പഠിച്ചതും മ്യൂസിക്കിൽ ഒരുപാട് എലിവേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം മ്യൂസിക് ഇസ് ഓൾസോ ബിഗ് ബിസിനസ് ഏരിയ. നമ്മുടെ സ്കിൽസ് പോർട്രേ ചെയ്യാനായാലും നമ്മുടെ ഒരു മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കിൽസ്, നമ്മുടെ പ്രസന്റ് സ്കിൽ സെറ്റും നമ്മുടെ ആൾക്കാർ അറിയപ്പെടുന്ന സ്കിൽ സെറ്റ്സും ഒരേപോലെ ആയിരിക്കണം. എപ്പോഴും നമ്മുടെ കഴിവ് നമ്മൾ മാക്സിമം പോർട്രേ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ആൾക്കാരും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും അതേപോലെ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമ്മളെ പറ്റി അറിയുള്ളൂ. മുരളീകൃഷ്ണ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, മുരളീകൃഷ്ണ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അത് 2020 ആദ്യത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കോൺസെപ്റ്റ്. അത് പെട്ടെന്ന് എന്താണ് ഒരു സ്പാർക്ക് അടിക്കാൻ ഇങ്ങനെ ഒരു ചിന്ത? അതായത് നമ്മളിപ്പോൾ പല ബാൻഡുകൾ കണ്ടിട്ടുണ്ട്, പല ബാൻഡിൽ പല പേരുകളുണ്ടാവും, പക്ഷേ ഓൺ ബ്രാൻഡിങ് എന്നൊക്കെ പറയില്ലേ, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പല കലാകാരന്മാരും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ മുരളീകൃഷ്ണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മുരളീകൃഷ്ണ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു ശരി? ഞാൻ ആക്ച്വലി 2021 സ്റ്റീവ് ഫേട്ടറിനോടൊപ്പം കയറുമ്പോൾ തന്നെ ഐ വാസ് ആക്ച്വലി ലേണിംഗ് ഹൗ ദ പെർഫോമൻസ്, ഒരു മൊത്തത്തിലൊരു പെർഫോമൻസ് സിനാറിയോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ബാൻഡ് സീൻ എങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു റോക്ക് ബാൻഡ്, ഇപ്പൊ ആവിയൽ പോലത്തെ ബാൻഡൊക്കെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ബാൻഡ് സിനാറിയോ കൊണ്ടുവരുന്നത്. സോ അതിനുശേഷം ഒരു എവല്യൂഷൻ, ഇപ്പം തൈക്കുടം ബ്രിഡ്ജ് വന്നു, അതേപോലെ മസാല കോഫി വന്നു, ഒരുപാട് ബാൻഡ്സ് വരുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ഒരു പെർഫോമൻസ് മേഖലയിലേക്ക്. സോ ഓരോ ബാൻഡ്സിന്റെ ഓൺ കോമ്പോസിഷൻസ് ഒക്കെ ഞാൻ കേൾക്കുകയും ഓരോ പെർഫോമൻസസ് ഞാൻ ഇൻഡിഗാഗ പോലത്തെ ഫെസ്റ്റിവൽസ് ആയാലും ഞാൻ വിറ്റ്നസ് ചെയ്യുകയും, സോ ഒരുപാട് ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി ഫ്രം ആർട്ടിസ്റ്റ് ലൈക്ക് സ്റ്റീവ് ഫേട്ടൻ ടു ക്യൂറേറ്റ് അവർ ഓൺ ബ്രാൻഡ് ആൻഡ് മൈ ഓൺ ബാൻഡ്. അപ്പൊ അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഐ വാസ് സെർച്ചിങ് ഫോർ എ ലോട്ട് ഓഫ് മ്യൂസിഷ്യൻസ്. അങ്ങനെ 2023 November 11th ദീപാവലിക്ക് എന്റെ ഓൺ ബാൻഡ് NK Live എന്ന് പറഞ്ഞ ബാൻഡ് ഞാൻ ലോഞ്ച് ചെയ്യേണ്ടായിരുന്നു. ദാറ്റ് വാസ് ആക്ച്വലി മൈ ഫസ്റ്റ് ഷോ വാസ് ഡൺ ഇൻ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്. പിന്നെ വി ഡിഡ് എ ലോട്ട് ഓഫ് അമേസിംഗ് സ്റ്റേജ്. നമ്മുടെ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ നമ്മൾ 2 പ്രാവശ്യം പെർഫോം ചെയ്തു ഇൻ നിയമസഭ. അതുകൂടാണ്ട് തലശ്ശേരി പൊന്നിയത്തങ്കം എന്ന് പറഞ്ഞ വളരെ പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അതുകൂടാതെ നിശാഗന്ധിയിൽ ആദ്യമായിട്ട് സ്റ്റീവ് ഫേട്ടൻ നമ്മുടെ സ്റ്റീഫൻ ദേവസി ചേട്ടൻ യൂഷ്വലി ഡസന്റ് കൊളാബറേറ്റ് വിത്ത് മെനി ബാൻഡ്സ്. സോ നമ്മുടെ ബാൻഡിൽ സ്റ്റീവ് ഫേട്ടൻ കൊളാബറേറ്റ് ചെയ്ത് വായിക്കുകയുണ്ടായി. അതായത് എന്റെ MK Live എന്നുള്ള ബാൻഡിൽ സ്റ്റീവ് ഫേട്ടനും കൂടെ ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് വായിക്കുകയുണ്ടായി. അതും 2 ഷോസ് നമ്മളിപ്പോ റീസെന്റ് ചെയ്തു. ഞാൻ വളരെ ബ്ലെസ്സിംഗ് ആയിട്ട് ആക്ച്വലി വിചാരിക്കുകയാണ്. കാരണം നമുക്കൊരു ബ്രാൻഡ് അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക, അതും കേരള മ്യൂസിക് സീനെ റെപ്രസെന്റ് ചെയ്ത് പല ഫോറംസിലും പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. സ്റ്റീഫൻ ചേട്ടൻ മാത്രമല്ല, ഒരുപാട് പേരോടൊപ്പം വേദി പങ്കിടാനുള്ള ഒരു വലിയ ഭാഗം, ഹരിഹരൻ സാറാണെങ്കിലും ശങ്കർ മഹാദേവൻ സാറാണെങ്കിലും ഒക്കെ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഒരുപാട് പേരായിട്ടും ദൈവാനുഗ്രഹിച്ച് എനിക്ക് വേദി പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഹരിഹരൻ സാർ, ശങ്കർ മഹാദേവൻ സാർ, അതേപോലെ നരേഷ് ഹെയർജി, അങ്ങനെ ലോട്ട് ഓഫ് അമേസിംഗ് മ്യൂസിഷ്യൻസ്. എസ്പെഷ്യലി ഹരിഹരൻ സാറിന്റെ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നത് ശ്രീലങ്കയിലായിരുന്നു. ആൻഡ് ഐ എം ആൻ ആർഡന്റ് ഫാൻ ഓഫ് ഹരിഹരൻ സാർ. ഹരിഹരൻ സാറിന്റെ വോയിസ് ആയാലും അദ്ദേഹത്തിന്റെ കർണാട്ടിക് മ്യൂസിക്കിൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഗ്രിപ്പ് ആയാലും അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ് സ്റ്റൈൽ എല്ലാം ഭയങ്കര ഈസി ആയിട്ടാണ് അദ്ദേഹം പാടുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളും വളരെ ഡിഫിക്കൽട്ട് ആണ്. സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടു റെസിപ്രോക്കേറ്റ് ദ വേ ഇൻ വിച്ച് ഹരിഹരൻ സാർ ഇസ് അപ്രോച്ച് ദ സോങ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് പ്രാക്ടീസ് സെഷൻസും അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു അവസരവും ഞാനൊരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ശരിക്കും കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഷോ ശ്രീലങ്കയിലായിരുന്നെങ്കിലും പ്രാക്ടീസ് സെഷൻസ് നടന്നതെല്ലാം ചെന്നൈയിലായിരുന്നു. ആൻഡ് ഒരു 3 ഡേയ്സോളം അദ്ദേഹമായിട്ട് നമുക്ക് ഒരു ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ് അദ്ദേഹത്തിന്റെ കൂടെ മ്യൂസിക്കിൽ ഇംബൈബ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ് സ്റ്റൈൽ ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഫോർ മീ. കാരണം അദ്ദേഹത്തിന്റെ പാട്ടിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് rather than someone teaching you, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ it just directly goes into you.
അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റൈലായാലും അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് അപ്രോച്ചിങ് സോങ് ഒക്കെ ഒരുപാട് എനിക്ക് വളരെ അടുത്ത് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചൊരു കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്, കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. ഞാൻ അദ്ദേഹം തന്നെ നേരിട്ട് കറക്റ്റ് ചെയ്തു തരും, അദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്തപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ ശ്രീലങ്കയിലെ ഷോയും വാസ് എ മാസീവ് സക്സസ്. അതും സ്റ്റീഫൻ ദേവിസ് ചേട്ടൻ്റെ ഒരു ബാൻഡ് തന്നെയാണ് പെർഫോം ചെയ്തത്. ആൻഡ് അമേസിംഗ് മ്യൂസിഷ്യൻസ് ലൈക്ക് ജോസി ആലപ്പുഴ, ഫ്രാൻസിസ് സേവിയർ, അതുപോലെ സിദ്ധാർത്ഥ് നാഗരാജ്. അങ്ങനെ സിദ്ധാർത്ഥ് നാഗരാജ് ഇസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ. അപ്പൊ അങ്ങനെയുള്ള ഗംഭീര ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആയിട്ട് എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് ഷോ. ശ്രീലങ്കയിൽ ചെയ്തൊരു വലിയൊരു ഗംഭീര ഷോയും ആയിരുന്നു. അതിനുപരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. വിരളി പലപ്പോഴും ഒരുപാട് ആൾക്കാരുടെ ബന്ധങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് കൈക്കുമ്പിളിൽ കൊണ്ടു കിടക്കുക എന്ന് പറയില്ലേ, അതും വലിയ ടാസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എത്ര പേരെ നമ്മളിങ്ങനെ അതേപോലെ കീപ്പ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുലിയാണ്. പിന്നെ ആരാധകരെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കയ്യിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വി ആർ നോട്ട് ലിമിറ്റഡ്, വിൽ ബി ക്യാപ്റ്റനിങ് ഓർ വിൽ ബി ഹെഡിങ് ദ സ്റ്റേജ്. അപ്പൊ നമ്മൾ മാക്സിമം എനർജി ത്രസ്റ്റ് ഓഡിയൻസിലേക്ക് കൊടുക്കുക, മാക്സിമം ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, മാക്സിമം ഒരു ഇൻവോൾവ്മെന്റ് ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ സ്റ്റേജ് മാത്രമായിരിക്കും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ ഒരു കാര്യങ്ങളും വരുന്നുണ്ടാവില്ല. ബാക്കി എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് വേറൊരു ഹേർഡിൽസോ ഒന്നും തന്നെ പെർഫോമൻസിന്റെ സമയത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. സോ ഈ സ്റ്റേജ് ഇസ് എ ഹ്യൂജ് ഒരു റിഫ്രഷ്മെന്റ് ഓൾസോ ഫോർ മീ. കാരണം ഓരോ സ്റ്റേജും നമുക്ക് തിരിച്ച് നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ നമ്മൾ ഗ്രോ ചെയ്യാണ് ഓരോരോ സ്റ്റേജ് കഴിയും തോറും. അതുകൂടാണ്ട് നമ്മൾ ആക്ച്വലി വി ആർ ബിക്കമിങ് മോർ ഇൻ ടു ദ പീപ്പിൾ. കാരണം നമ്മുടെ മ്യൂസിക് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒരു അംഗീകാരം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം. അവാർഡ്സും ബാക്കി എല്ലാം അംഗീകാരങ്ങൾ തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ മ്യൂസിക് ആൾക്കാരിലേക്ക് എത്തുന്നു, ആൾക്കാരത് ജനകീയമായിട്ട് ആൾക്കാരുടെ ഇടയിൽ ആൾക്കാരുടെ പാട്ടായിട്ട് മാറുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആസ് എ കമ്പോസർ ആയാലും ആസ് എ സിംഗർ ആയാലും ഏറ്റവും വലിയൊരു അംഗീകാരം അത് തന്നെയാണ്. സോ അത് നമുക്ക് സ്റ്റേജ് പെർഫോമൻസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. പണ്ട് കാലത്തൊക്കെ ഈ നന്നായിട്ട് പാടാൻ അറിയാവുന്ന ഒരാൾക്ക് വരിക, സ്റ്റേജിൽ നിൽക്കുക, പാടുക, പോകുന്നു എന്നുള്ളൊരു സെറ്റ്. പക്ഷെ ഇന്ന് മാറി. കാരണം ഇന്ന് പാട്ടിലുപരിയായിട്ട് ശബ്ദത്തിലുപരിയായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ നമ്മളെങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭയങ്കര സംഗതിയായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ഇപ്പൊ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അതിനും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കണമെന്നാണ് ശരിക്കും പറയാനുള്ളത് ആസ് എ സിംഗർ. തീർച്ചയായിട്ടും. ഞാനിപ്പോ ആക്ച്വലി ഒരു ഷോ ചെയ്യുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുക നമ്മുടെ പാട്ടുകൾ മാത്രമല്ല, നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ. യൂഷ്വലി എന്റെ ഷോസ് ഞാൻ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാറ്. അത് നമ്മുടെ LED ബോളിന്റെ ഔട്ട്ലേ എങ്ങനെയുണ്ട്, നമ്മുടെ ആ ലൈറ്റ് എനിക്കൊരു ഡെഡിക്കേറ്റഡ് ലൈറ്റ് റൈഡർ തന്നെ ഉണ്ട്. അതേപോലെ ആ സ്റ്റേജിന്റെ സ്പെഷ്യൽ എഫക്ട്സ് എങ്ങനെയാണ്, ആ മൊത്തത്തിലുള്ള അറീന എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള തുടങ്ങി അത് മാത്രമേ നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, നമ്മുടെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കണം തുടങ്ങി വളരെ ഡീറ്റെയിലിംഗിലേക്ക് പോലും നമ്മൾ ആഴ്ന്നിറങ്ങി ചെല്ലാറുണ്ട്. സോ ഷോ ദീസ് ഡേയ്സ് ഇസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ദി സോങ്സ് ദാറ്റ് യു സിംഗ് ബട്ട് ദി സ്പെക്ടക്കിൾ ആസ് എ ഹോൾ, ഐ വുഡ് സേ. യെസ്, അത് തന്നെയാണ് അതിന്റെ ഒരു ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഫൈനൽ ഔട്ട്, എൻഡ് റിസൾട്ട് എന്നൊക്കെ പറയുന്നത്. ട്രൂ. നമ്മുടെ എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഷോ ഗംഭീരം. അത്രയധികം നല്ല ലൈറ്റ്സും നല്ല LED ബോൾ കണ്ടന്റും, സോ എല്ലാം കൂടെ ഒത്തുചേർന്ന് വളരെ ഒരു ഹൈ എനർജി ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഷോ സക്സസ്ഫുൾ ആവുക. എല്ലാ ഏരിയാസും ഒരുപക്ഷെ എന്റെ ഷോസ് വരുമ്പോൾ ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യാറുള്ളത്. ഇറ്റ്സ് യൂഷ്വലി എ tedious ടാസ്ക്. കാരണം ഒരുപാട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ്. സോ ഇറ്റ്സ് ഐ തിങ്ക് മേ ബി BCom and MCom ഒക്കെ പഠിച്ചത് ഒരു HR പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. അല്ലെ, നമ്മൾ പഠിച്ച സംഭവം എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമായിട്ട് വരും. അതിനിപ്പോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞെത്തും എന്നതാണ്. 2020 കോവിഡ് സമയത്താണ് കറക്റ്റ് ഒരു മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഓരോ ആഗ്രഹങ്ങളാണ്. പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഞ്ചിനീയർ ആയിരിക്കും, പിന്നെ അത് ഡോക്ടർ ആവുന്നു, പിന്നെ പോലീസ് ആവുന്നു, പിന്നെ പട്ടാളമാവുന്നു. അങ്ങനെ കുറെ സംഗതികളൊക്കെ മാറി മറിഞ്ഞ് അവസാനം ജീവിതത്തിൽ എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് എത്തിച്ചേർന്ന കുറെ ആൾക്കാരാണ്. അതില് ഒരുപക്ഷെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഈ കുട്ടിക്കാലത്തെ ആഗ്രഹം ഞാൻ ചോദിക്കുകയാണ്. കുട്ടിക്കാലത്ത് മൈൻഡിൽ എന്തായിരുന്നു, എവിടെ എത്തണം, ആരാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഫ്രാങ്ക്ലി ഐ വുഡ് സേ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ബിസിനസ്സുകാരനാവാൻ തന്നെയായിരുന്നു, ഓൺട്രപ്രനർ. ബിക്കോസ് ഞാൻ കണ്ടു വളർന്നതും അത് തന്നെയാണ്. കാരണം അച്ഛനും അമ്മയും രണ്ടുപേരും ഇൻടു ബിസിനസ് ആയിരുന്നു. അമ്മയ്ക്കും അച്ഛനും ബിസിനസ്സാണ് പണ്ട് തൊട്ടേ. അച്ഛൻ ഈസ് എ വെരി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ പണ്ട് തൊട്ടേ ഹാവ് ബീൻ സീയിങ് ഹിം. രാവിലെ എണീക്കുന്നു, വളരെ സ്റ്റുഡിയോസ് ആയിട്ട് ജോലി എടുക്കുന്നു. ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അപ്പോൾ മ്യൂസിഷ്യൻസിന് നമുക്കൊക്കെ എസ്പെഷ്യലി ഒരു സ്കെഡ്യൂൾ ഒരു വലിയ പ്രശ്നമുള്ള ആൾക്കാരല്ല. നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കാം. വി മൈറ്റ് സ്ലീപ് ടിൽ ഹാഫ് ഓഫ് ദി ഡേ, വി മൈറ്റ് ഗെറ്റ് അപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺ ആൻഡ് ദെൻ വർക്ക് അഗൈൻ. വി ഹാവ് എ വെരി ഫ്ലെക്സിബിൾ ലൈഫ് സൈക്കിൾ. അല്ലെങ്കിൽ ഒരു
ഒരു ഡേന്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കാം. പക്ഷേ ഒരു when it comes to a businessman, he is very organized, very scheduled, very punctual. So I've been seeing my father, get up at 5:30 and leave to his office at around 7:30 and വൈകുന്നേരം ആകുമ്പോൾ ഈവനിങ് ആയിരിക്കും തിരിച്ചു വരിക. സോ ആ ഒരു ലൈഫാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം at a very young age I was inspired by that, and ഒരുപക്ഷെ if I had not become a musician I might have ended up being a businessman. പക്ഷെ മ്യൂസിക് ആക്ച്വലി ഇൻസ്പയർഡ് മീ മോർ. മ്യൂസിക് എന്നുള്ളൊരു പാഷൻ പിന്നെ പ്രൊഫഷനായി മാറുകയുണ്ടായി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മ്യൂസിക്കിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു, മ്യൂസിക്കിൽ ഒരു പേരുണ്ടാക്കാൻ സാധിച്ചു. അതിനുപരി ആൾക്കാർക്ക് നമ്മൾ മ്യൂസിക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ നമ്മൾ പാടുന്ന സോങ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്നാണ് എനിക്കൊരു ആത്മവിശ്വാസം കിട്ടിയത്. ദാറ്റ് ഓക്കെ, ഐ ക്യാൻ ടേക്ക് മ്യൂസിക് ആസ് എ പ്രൊഫഷൻ. കാരണം ഒരിക്കലും ഒരു ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ളൊരു പ്രൊഫഷനാണ് ഞാൻ പറയില്ല. കാരണം നമുക്ക് വെൻ യു ആർ ഇൻ ദ ലൈം ലൈറ്റ്, ഈ ബിസിനസ് എന്ന് പറയല്ലോ, ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഒരു ബ്ലഡ്, ഒരു പവർ, അതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഓൾറെഡി ഇൻബിൽഡ് ആണ് ഇവരിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ പിന്നെ ടെൻഷൻ വേണ്ട. കാരണം പല ഷോസും നമ്മൾ കാണുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഫുള്ള് കോർഡിനേറ്റ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, ഇറ്റ്സ് ലൈക്ക് എ ബിസിനസ്. അതൊരു ഡീലിങ്സ് ആണ്. ഒരു വ്യക്തികളെ നമ്മളൊരു നല്ല ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ബിസിനസിന്റെ ഫസ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. സോ ഓൾറെഡി അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ആ ഒരു ബിസിനസ്സിലേക്ക് പോകാന്നുള്ളതാണ്. പെട്ടെന്നൊരു ലൈവ് ഷോ വരുന്നു, അതുപോലെ തന്നെ ഒരു കമ്പോസിങ്, ഒരു പാട്ടിനുള്ളൊരു അവസരമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? കൂടുതലും ലൈവ് പെർഫോമൻസുകളാണോ അതോ എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് ആണോ? കമ്പോസിങ്ങിനും ഈ പറഞ്ഞ റെക്കോർഡിങ്സിനും ഒക്കെ സെയിം ഇമ്പോർട്ടൻസ് തന്നെയാണോ കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ മൂന്ന് രീതിയിലാണ് വർക്ക് ചെയ്യുക. സോ വെൻ ഇറ്റ് കംസ് ടു ലൈവ് പെർഫോമൻസസ്, നമ്മുടെ ലൈവായിട്ട് ഞാൻ ഒരിക്കലും പ്രീ റെക്കോർഡറായിട്ട് അങ്ങനെ കഴിയുന്നത് സിംഗ് ചെയ്യാറില്ല. ഞാൻ എന്ത് പാടുന്നത് ലൈവായിട്ടായിരിക്കും പാടുക. സോ അതിന്റെ അപ്രോച്ച് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം ലൈവ് സിംഗിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വരികൾ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വരണം. അതേപോലെ വി ഷുഡ് ബി ഓൺ പിച്ച്, വി ഷുഡ് ബി സിംഗിങ് ദാറ്റ്. നമ്മൾ ശരിക്കും റെക്കോർഡഡ് സോങ് എങ്ങനെയാണോ കേൾക്കുന്നത്, പീപ്പിൾ മൈറ്റ് ഹാവ് ബീൻ അവെയർ റിഗാർഡിംഗ് ദാറ്റ് സോങ്. ഓൾറെഡി കേട്ടൊരു സോങ് ആണെങ്കിൽ അതിന്റെ അതേ സൗണ്ടിലേക്ക് നമുക്ക് കൊണ്ടുവരണം. സോ ലൈവ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. നമുക്ക് മനസ്സിൽ വരുന്ന പോലെയാണ് നമുക്ക് പാടാൻ സാധിക്കുക. നമ്മുടെ അപ്പോഴത്തെ ഒരു സ്കിൽ സെറ്റ് അനുസരിച്ച്. അപ്പോൾ ഓൺ ദ സ്പോട്ട് വിത്തൗട്ട് എനി കറക്ഷൻസ് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ. ലൈവ് എപ്പോഴും അങ്ങനത്തെ ഒരു ലൈവ് ആക്ഷൻ കൈൻഡ് ഓഫ് സംഭവം. അത് ഓൾസോ ഇൻവോൾവ്സ് പെർഫോമൻസ് ആൻഡ് ഓൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റെക്കോർഡിംഗ് ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം. ഒരിക്കലും ഒരു എന്താ പറയുക, റെക്കോർഡിംഗിൽ നന്നായിട്ട് പാടുന്ന ഒരു സിംഗർ എപ്പോഴും ഒരു ലൈവ് നല്ലൊരു പെർഫോമർ ആവണമെന്നില്ല. തിരിച്ചു അതെ, ലൈവായിട്ട് ഗംഭീരമായിട്ട് പാടുന്ന ഒരു സിംഗർ നല്ലൊരു റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആവണമെന്നില്ല. സോ വെൻ ഇറ്റ് കംസ് ടു റെക്കോർഡിംഗ് നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് റീടേക്സ് പോവാം, നമുക്ക് തെറ്റുകൾ നമുക്ക് നിർത്തി ഒന്നുകൂടെ മാറ്റിയൊക്കെ പാടാം. സോ എൻറ്റയർലി ഡിഫറെന്റ് ഒരു ഗെയിമാണ് റെക്കോർഡിംഗ്. പക്ഷേ ദൈവാനുഗ്രഹിച്ച് ഇത് രണ്ടും ഞാൻ ഒരേപോലെ ചെയ്യുന്നുണ്ട്. റെക്കോർഡിംഗിലും ഞാൻ ബിസിയാണ്, ഞാൻ ലൈവായിട്ടും ഷോസ് ആക്ച്വലി ഒരുപാട് ചെയ്യാറുണ്ട്. രണ്ടിനും ആക്ച്വലി എനിക്ക് ഈക്വലി ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എൻറ്റയർലി ഡിഫറെന്റ് വേറൊരു ഫോർട്ടയാണ് കമ്പോസിങ്. കാരണം കമ്പോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സൃഷ്ടിയിൽ, നമ്മുടെ ചിന്തയിൽ വി ഹാവ് ടു ബിൽഡ് എ ന്യൂ സോങ് ഫ്രം സ്ക്രാച്ച്. That should not relate with any other song that is actually there outside. Yes, right. നമ്മുടെ ഒരു മൈൻഡിൽ ഒതുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരു ഇമോഷൻ ഉണ്ടാവണം, ആ സോങ് മാത്രമായിട്ട് കേൾക്കുമ്പോൾ ഒരു സോൾ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മെലഡിയിലേക്ക് വരികളും കൂടെ വരുമ്പോഴാണ് അതൊരു പാട്ടായിട്ട് മാറുക. ആൻഡ് ഓൾസോ ദ പ്രൊഡക്ഷൻ, മിക്സ് ആൻഡ് മാസ്റ്റർ, എവറിത്തിങ് ഇസ് ഇൻവോൾവ്. സോ എൻറ്റയർലി ഡിഫറെന്റ് ഒരു കാര്യമാണ് കമ്പോസിംഗ് എന്ന് പറയുന്നത്, കമ്പോസിംഗ് ആൻഡ് മ്യൂസിക് ഡയറക്ഷൻ. സോ ഇതെല്ലാം തന്നെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ദ 3 phases ഓഫ് മ്യൂസിക്, ഇപ്പൊ കമ്പോസിംഗ് ആയാലും റെക്കോർഡിംഗ് ആയാലും ലൈവ് പെർഫോമൻസ് ആയാലും മൂന്നും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. പക്ഷെ അത് എന്റെ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഐ വുഡ് ലൈക്ക് ടു എസ്റ്റാബ്ലിഷ് മൈ സെൽഫ് ആസ് എ വെരി ഗുഡ് കമ്പോസർ ഹു ഓൾസോ പെർഫോംസ്. ഏത് ടൈപ്പ് ഓഫ് ജോണർ, ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഇഷ്ടം ശരിക്കും? എനിക്കങ്ങനെ ജോൺറെ ഒരു സ്പെസിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ, പണ്ടൊക്കെ നമ്മൾ കേട്ട് വളർന്ന എല്ലാം ബാബുക്കയുടെ പാട്ടുകളും രവീന്ദ്ര മാസ്റ്ററുടെ സോങ്സും ദേവരാജ മാസ്റ്ററുടെ സോങ്സ് ഒക്കെയാണ്. സോ ഒബ്വിയസ്ലി ഈവൻ റൊമാൻസ് സോങ്സ്, ഇളയരാജ സോങ്സ്. അപ്പൊ ഞാൻ കേട്ട് വളർന്ന എല്ലാ മെലഡീസ് ആണ്. പക്ഷേ പണ്ടത്തെ കാലത്തിലൊക്കെ ഷോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതെല്ലാവരും ആസ്വദിക്കണമെന്നില്ല. നമുക്ക് പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഒരു മ്യൂസിഷ്യൻ ഉണ്ടാവാം. സോ ഞാൻ എന്റെ ഷോ എന്ന് പറയുമ്പോഴേക്കും ഐ മിക്സ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോങ്സ്, കുറച്ച് മെലഡീസ്, കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ്, എല്ലാം കൂടെ മിക്സ് ചെയ്താണ് എപ്പോഴും ഷോ ചെയ്യുക. സോ ഐ എം നോട്ട് റിയലി ജോൺറെ സ്പെസിഫിക്, പക്ഷേ യൂഷ്വലി മെലഡി കൂടുതൽ പാടുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മൈ ഷോസ് ഇറ്റ്സ് ഓൾവേസ് ഹൈ എനർജി. സോ ഓഡിയൻസിന്റെ ഒരു പ്രിഫറൻസ് ആണ് എപ്പോഴും എനിക്ക് ആദ്യം വരിക. ബട്ട് എന്നാലും എനിക്കൊരു ജോൺറെ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയാനില്ല. ഐ യൂഷ്വലി ഫോളോ ഓൾ സോർട്സ് ഓഫ് ജോൺറെ. വെൻ ഇറ്റ്സ് മ്യൂസിക് ഐ ഫോളോ ദാറ്റ്. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആഘോഷങ്ങളുണ്ട്, ആഘോഷങ്ങളിൽ തിമിർപ്പുകളുണ്ട്, അടിച്ചു പൊളിക്കുകയാണ്. അതിലുപരിയായിട്ട് ഇന്നിപ്പോൾ എന്തായാലും രാവിലെയാണ്, മോർണിംഗ് ആണ്. മോർണിംഗ് സമയത്ത് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം മുരളിയുടെ ശബ്ദത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും പാടാലോ. പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി തെയ്യാരത്തുഴ വീശിനെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തുടി കൊട്ടി അമ്പേറിൻ താളം തുള്ളി തെത്തി
തിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേതേതും തിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേതേതും തിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേതേതും തിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേതേതും നിസ്സ ഗരിഗമനിത മദനിസ ഗാരിരേദ ധനിസ ഗരിസ നിസ നീത മാപ ഗരിഗമനിത മനി നിസ ഗാരിരേദ ധനിസ ഗരിസ നിസ നീത മാപ തിത്തിത്താര ദിത്തിത്തേ ദിത്തേ ദഗദേതേദോ തിത്തിത്താര ദിത്തിത്തേ ഗരിസനിത പമഗരി. യെസ്, എനിവേ ഒന്ന് നോക്കുക, നമ്മുടെ ആ ഒരു പാട്ടും കൂടെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു കംപ്ലീറ്റ്ലി ഒരു ഓണ വൈബിലെത്തി. ഞാനിങ്ങനെ ഈ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് നല്ല അത്തപ്പൂക്കൾ ഇടുന്നതും ഊഞ്ഞാലും നല്ല സാരിയൊക്കെ ഉടുത്ത് അമ്മമാരിങ്ങനെ വരുന്നതും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഓണത്തിന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയാണ് മനസ്സിലിങ്ങനെ മിന്നി മറഞ്ഞു പോയത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. മലയാളികളെ സംബന്ധിച്ച്, ലോകത്തെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് ഈ ഒരു ഓണം എന്ന് പറഞ്ഞത് ഒരേ മനസ്സോടുകൂടി ഇങ്ങനെ കുടുംബത്തോടൊപ്പം കൂടി ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, ആശ്രയ FM 90യുടെ കുടുംബത്തിൽ ഇന്ന് അതിരാവിലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ച ബി മുരളീകൃഷ്ണയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, എല്ലാവിധ ഓണാശംസകളും അറിയിക്കുകയാണ്. കുറേയധികം ലക്ഷ്യങ്ങളുള്ള, കുറേയധികം പ്ലാൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതെല്ലാം നിറവേറട്ടെ എന്നുള്ളതാണ്. ഞാൻ ഇന്ന് തന്ന ഇൻട്രൊഡക്ഷൻ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കണം. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. സോ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ ആശ്രയ FM 90ക്കും എന്റെ എല്ലാവിധ ഓണാശംസകളും അതോടൊപ്പം എല്ലാവിധ ബെസ്റ്റ് വിഷസ് ഞാൻ നേരുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ടു RJ GV ഫോർ ഹാവിംഗ് മീ ഓൺ ബോർഡ്. ഈ ഒരു നല്ലൊരു മോർണിംഗിൽ ഈ ഒരു ഇന്റർവ്യൂ താങ്കളുമായിട്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ആൻഡ് റാദർ ദാൻ ബീങ് ജസ്റ്റ് എ സീനിയർ, നമ്മൾ നല്ല സുഹൃത്തുക്കളുമാണ്. സോ ഒരു നല്ല സുഹൃത്തിനൊപ്പം എനിക്ക് ഈ ഒരു മോർണിംഗ് ചെലവഴിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ആൻഡ് ശ്രോതാക്കൾക്ക് നല്ലൊരു ഹാപ്പി ഓണം ഞാൻ നേരുകയാണ്.